യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ അപ്രതീക്ഷിതമായി കുതിച്ചുയരുന്നത് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്ന ഒന്ന് തന്നെയാണ്. സാധാരണയായി വേനൽക്കാലത്തോ അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷവേളകളിലോ അനുഭവപ്പെടാറുള്ള വൻ വിലക്കയറ്റമാണ് ഇപ്പോൾ റമദാൻ സീസണിലും പ്രകടമാകുന്നത്. ഇന്ത്യ യുഎഇ വ്യോമപാത ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാതകളിൽ ഒന്നായിരുന്നിട്ടും യാത്രക്കാരുടെ വർധനവിന് ആനുപാതികമായി വിമാന സർവീസുകൾ വർദ്ധിക്കാത്തതാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ശരാശരി 25% വരെ നിരക്ക് വർദ്ധിച്ചത് സാധാരണക്കാരായ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകളെയും കുടുംബ ബജറ്റിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ ഈ സീസണിന്റെ സമയമാകുമ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും കുതിച്ചു വരുന്നതാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. നിലവിൽ ടിക്കറ്റ് നിരക്കിൽ ശരാശരി 25% വരെ വർധനവെന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി വലയ്ക്കുന്ന കാര്യമാണ്. വേനൽക്കാലം, അവധിക്കാലം പോലുള്ള തിരക്കേറിയ സീസണുകളിൽ ഉയരുന്ന അതേ നിരക്കാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മറ്റ് അന്താരാഷ്ട്ര റൂട്ടുകളെ അപേക്ഷിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കാണ് ഈ നിരക്ക് വർധന ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത്. നമുക്കറിയാം, ഇന്ത്യ യുഎഇ റൂട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 5ാമത്തെ വ്യോമപാതയാണ്. 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 20.8 ലക്ഷം സീറ്റുകളാണ് ഈ റൂട്ടിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. എന്നാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് വിമാനങ്ങളുടെ എണ്ണം കൂടാത്തതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. കാരണം എന്തു തന്നെ ആയാലും പ്രവാസികളെ സംബന്ധിച്ചിടത്ത് ഈ നാട്ടിലേക്ക് വന്നു പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് ഈ നിരക്ക് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഒരു 4 അംഗ കുടുംബത്തിന് നാട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്നു പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കേണ്ട അവസ്ഥയാണ്. അത് അവരുടെ ബജറ്റിനെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ നിരക്ക് കൂടുന്ന സമയത്ത് പല പ്രവാസികളും യാത്ര മാറ്റിവെക്കുകയാണ് പതിവ്. ടിക്കറ്റിന്റെ നിരക്ക് ഒന്ന് കുറയുമ്പോഴാണ് പലരും നാട്ടിലേക്ക് ഒന്ന് വന്നു പോകുന്നത്. അപ്പോഴേക്കും ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. എന്തായാലും റമദാൻ സീസൺ കൂടി ആയതിനാൽ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് ഇത് തിരിച്ചടി തന്നെയാണ്. ഏകദേശം 15% മുതൽ 25% വരെ നിരക്കാണ് ഈ സീസണിൽ വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ കണക്കുകൾ നോക്കുമ്പോൾ പീക്ക് സമയങ്ങളിൽ പോലും 8% മുതൽ 12% വരെ മാത്രമേ വർധനവ് ഉണ്ടാകാറുള്ളൂ. എന്നാൽ പെട്ടെന്നുള്ള ഈ കുതിപ്പ് ആശങ്കകൾ സൃഷ്ടിക്കുന്നത് കൂടിയാണ്. യുഎഇയിലെ പ്രവാസികളുടെ എണ്ണം, ഇടയ്ക്കിടെയുള്ള കുടുംബ സന്ദർശനങ്ങൾ, ഉത്സവങ്ങൾ എന്നിവ കാരണം ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധരും പറയുന്നത്. ഇതിനു പുറമെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് മുന്നിലുള്ളതും. അതേസമയം അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നിരക്ക് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കാതിരിക്കുക. നാട്ടിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിരക്ക് ഇനിയും വർദ്ധിക്കുന്നതിന് മുമ്പ് നിലവിലെ സാഹചര്യം അനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവസാന ദിവസങ്ങളിലേക്ക് ആവുമ്പോഴത്തേക്കും ടിക്കറ്റ് കിട്ടാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതിനാൽ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ വിമാന ടിക്കറ്റുകളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാനും നിൽക്കരുത്. നിങ്ങളുടെ യാത്ര ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷം ബുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ പണി പാളും. ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നിരക്ക് ഒരുപക്ഷെ 4 ഇരട്ടിയൊക്കെ ആയെന്നും വരാം. യുഎഇ ഇന്ത്യ റൂട്ടിലെ ഈ അനിയന്ത്രിതമായ നിരക്ക് വർധനവ് പ്രവാസികളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കനത്ത ആഘാതമാണ്. തിരക്കേറിയ സീസണുകളിൽ വിമാന കമ്പനികൾ നടത്തുന്ന ഈ ലാഭക്കൊള്ള നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകൾ അനിവാര്യമാണ്. യാത്രക്കാർ അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കി കുറഞ്ഞ 2 മാസം മുൻപെങ്കിലും പ്ലാൻ ചെയ്യുന്നത് ഒരു പരിധിവരെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ സഹായിച്ചേക്കും. വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ബജറ്റ് എയർലൈനുകൾക്ക് അനുമതി നൽകുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രവാസിയും ഇത്തരം മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് സാമ്പത്തികമായി തയ്യാറെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ ബജറ്റിന്റെ കാര്യത്തിലെല്ലാം ഒന്നുകൂടി പ്ലാൻ ചെയ്യേണ്ടി വരും, ടിക്കറ്റ് നിരക്ക് കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അവസാന നാളുകളിൽ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും, അത് മാത്രമല്ല 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ നൽകി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം.